മൂന്ന് ബോംബുകളാണ് കഴിഞ്ഞ ദിവസം സ്വന്തം വസതിക്ക് മുന്നിൽ പതിച്ചത്. ലൈറ്റ് ബോംബുകൾ വന്നു പതിക്കുമ്പോൾ വസതിയിൽ ഇല്ലായിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം രക്ഷപ്പെടൽ. ഇസ്രായേലിനെ വിടാതെ പിന്തുടരുകയാണ് ബോംബുകൾ. ഗാസയിൽ നടത്തിയ കൂട്ടക്കൊല കൊണ്ട് എന്ത് നേടി എന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ ചോദിക്കുമ്പോൾ ഒന്നും നേടിയില്ല എന്ന് മാത്രമേ തൽക്കാലം ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് പറയാനുള്ളൂ. അതിനെല്ലാം അപ്പുറത്ത് സ്വന്തം ജീവനെയും കൊണ്ട് പലപ്പോഴും ഓടി ഒളിക്കേണ്ടുന്ന അവസ്ഥയുമാണ് ഇതേ പ്രധാനമന്ത്രിക്ക്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിയിൽ പൊട്ടിത്തെറിച്ച ബോംബിനെ കുറിച്ചാണ് ഇപ്പോൾ പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷിക്കുന്നത്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. നിലവിൽ അന്വേഷണ ഏജൻസികളെ ഉദ്യോഗസ്ഥരെ സംസാരിച്ചതായും അടിയന്തര നടപടികൾ എടുക്കാൻ നിർദ്ദേശം നൽകിയതായും അദ്ദേഹം എക്സിൽ കുറിക്കുന്നുണ്ട്. എന്നാൽ ഈ സ്ഫോടനത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെ വ്യക്തമല്ല. എവിടെ നിന്നൊക്കെയാണ് ആരൊക്കെയാണ് ബോംബേറുകൾ നടത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ അറിവുമില്ല. തലങ്ങും വിലങ്ങും ബോംബുകൾ മാത്രം. നേരത്തെ നെതന്യാഹു സഞ്ചരിച്ചിരുന്ന വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് സെപ്റ്റംബറിൽ ബെൻ ഗൂരിയൻ വിമാനത്താവളത്തിന് നേരെ ഹൂത്തി മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഹമാസ് തലവൻ യഹിയ സിൻവാറിനെ കൊലപ്പെടുത്തിയതിനു തിരിച്ചടിയായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വസതിക്കു നേരെ ഒക്ടോബർ 19 ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണവും നടത്തിയിരുന്നു. ടെൽ അവീവിന് തെക്കുള്ള സിസറിയയിലെ നെതന്യാഹുവിന്റെ അവധിക്കാല വസതിക്ക് നേരെയായിരുന്നു ആ ആക്രമണം. നെതന്യാഹുവും കുടുംബവും അന്ന് വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അന്നത്തെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വസതിക്ക് ഏറെ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇവിടെ ചിലർ പിടിവിടുകയും പിടിയിലാവുകയും കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ പോലീസ് പുറത്തു വിട്ടിട്ടുമില്ല. സംഭവത്തെ അപലപിച്ച് ഇസ്രായേലിലെ രാഷ്ട്രീയ വൃത്തങ്ങളും രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ്, നാഷണൽ യൂണിറ്റ് ചെയർമാൻ ബെന്നി ഗെൻസ് എന്നിവർ ആക്രമണത്തെ അപലപിച്ച് രംഗത്തെത്തി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ പ്രസിഡന്റ് ഹെർസോഗും സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആക്രമണത്തിൽ ഉടൻ അന്വേഷണം നടത്തി കുറ്റവാളികളെ ശിക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. വീണ്ടും ഇത്തരമൊരു സംഭവം ആവർത്തിക്കാൻ അനുവദിക്കരുത് എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വധിക്കാനും തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുകയുമായി ഈ അടുത്ത് നടന്ന സംഭവങ്ങളുടെ തുടർച്ചയാണ് പുതിയ ആക്രമണമെന്നും നീതിന്യായ മന്ത്രി യാരിഫ് ലെവിനും പറഞ്ഞു. നേരത്തെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേരെ ഡ്രോൺ ആക്രമണവും ഉണ്ടായിരുന്നു. ആക്രമണത്തിൽ നെതന്യാഹുവിന്റെ വീട്ടിലെ കിടപ്പുമുറിക്ക് തകരാറും സംഭവിച്ചു. ഒറ്റ സെക്കൻഡിൽ 3 ബോംബുകൾ. പ്രധാനമന്ത്രിയുടെ വസതി വിണ്ടു കീറുകയും ലോകം അമ്പരന്ന് പോവുകയുമാണ്.